നംസ് ഡയറിയിൽ ഇന്ന് നമ്മൾ നജാത്ത് വാർഷികത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ദാറുൽ നജാത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ 49ാം വാർഷികം നാളെ ബുധനാഴ്ച ഫെബ്രുവരി 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സെഷനുകളാണ് നടക്കുന്നത്, നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പേരൻസ് എല്ലാ വർഷവും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഈ വർഷം കുറച്ചും കൂടി അധികം പേരൻസ് പങ്കെടുക്കട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഏതൊക്കെ സെഷനുകളാണ് നമ്മൾ പങ്കെടുക്കേണ്ടത്, ഏതൊക്കെ സെഷനാണ് ഉള്ളത് എന്നുള്ളൊരു വിവരണം കൂടിയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച രാവിലെ 9 മണിക്ക് സെൻറ്ററിൽ വെച്ചിട്ട് ദാറുൽ നജാത്ത് ഇസ്ലാമിക് സെൻറ്റർ പുന്നക്കാട് വെച്ചിട്ട് പതാക ഉയർത്തലോട് കൂടിയിട്ട് പ്രോഗ്രാം ആരംഭിക്കും. അതിനുശേഷം ആദ്യ സെഷൻ നടക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരുപക്ഷെ നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഏറ്റവും കൂടുതൽ പേരൻസ് പങ്കെടുക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് നമ്മളെല്ലാ പ്രോഗ്രാമിലും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെ പേരൻസും കഴിയുന്നതും, വളരെ നിർബന്ധിക്കല്ല, കഴിയുന്നതും അവർ പങ്കെടുക്കുക. അപ്പോൾ സൂറ മിസ് ഉണ്ട്. സൂറ മിസ് കാലങ്ങളായിട്ട് ഈ ഒരു വനിതാ സംഗമം കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ സൈദ ടീച്ചർ, വിലാസിനി മേഡം അവരെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ സൂറ ടീച്ചർ എന്തായാലും ഈ പ്രോഗ്രാം എന്താണ്, ശരിക്കും വനിതാ സംഘം എപ്പോഴാണ് തുടങ്ങുക, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണ, ഈ വർഷം എന്താണ് പ്ലാൻ? നമ്മൾ ഈ എല്ലാ വാർഷികത്തോടനുബന്ധിച്ചും ഒരു ഡേ നമ്മൾ വനിതകൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് പിന്നെ രാവിലെ 10 മണി മുതൽ തുടങ്ങി വൈകുന്നേരം 5 മണി വരെയാണ് ഉണ്ടാവാറുള്ളത്. അതിൽ നമ്മൾ 3 സെഷനായിട്ടാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സെഷനിൽ പിന്നെ വരുന്നത് ഒരു സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ ഓരോ വർഷം ഓരോ സബ്ജക്റ്റാണ്, ഓരോ ക്ലാസ് കൊടുക്കും. അമ്മമാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉള്ള ക്ലാസ്സുകളാണ് കൊടുക്കാറ്. ഇപ്രാവശ്യം നമ്മൾ ദീനും ദുനിയാവും എന്നുള്ള ഒരു സബ്ജക്റ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെ സ്ഥാപനത്തിൻ്റെ കൗൺസിലറും ആയ റാഷിദ ടീച്ചറാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ നന്നായിട്ട് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും അത് കേട്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് തന്നെയാണ്. പിന്നെ വിശിഷ്ട അതിഥികളായിട്ട് എല്ലാ വർഷവും തന്നെ നമ്മൾ കൂടുതലും പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ബീവിമാരാണ് ഉണ്ടാവാറുള്ളത്. ഇപ്രാവശ്യവും അത് തന്നെയാണ്, അവർ തന്നെയാണ്. പിന്നെ നമ്മൾ അവര് സംസാരിക്കും. നജാത്തിനെ പറ്റി അവർ നമുക്ക് പറഞ്ഞു തരാറാണ്. നജാത്തിനെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് അവർ ഓഡിയൻസിന് ശരിക്കും നജാത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കാറാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നജാത്തിനോട് ഈ വന്നവർക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ്. അതേപോലെ പിന്നെ വരുന്നത് അധ്യക്ഷ നമ്മളെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയ പൊറ്റയിൽ ഐഷാത്തയാണ്. അവരും ഇതേപോലെ നമ്മളെ നജാത്തിന് വേണ്ടി നജാത്തിൻ്റെ ഏത് ആവശ്യങ്ങളുണ്ടെങ്കിലോ അതിൽ വന്ന് നമ്മൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരുന്ന ആളാണ് പൊറ്റയിൽ ഐഷാത്ത. പിന്നെ ഇതാണ് ഫസ്റ്റ് സെഷനിൽ, ഒന്നാമത്തെ സെഷൻ. രണ്ടാമത്തെ സെഷനിൽ വരുന്നത് ഒരു ക്വിസ് മത്സരം. അതായത് ഭക്ഷണത്തിന് മുമ്പായിട്ടാണിത്. പിന്നെ ഭക്ഷണം അവർക്ക് ഉണ്ടാവും. രാവിലെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭക്ഷണം ഇവിടുന്ന് അവൈലബിൾ ആണ്. അതായത് നമസ്കരിക്കാനുള്ള സൗകര്യം, ഭക്ഷണം. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നവരെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തായാലും നജാത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ നജാത്ത് പഠിക്കുന്നു. അപ്പോൾ ഉമ്മമാരെ നിലക്ക് നജാത്തിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം, നജാത്തിന്റെ ഫാമിലിയുമായിട്ടൊന്ന് പരിചയപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ആത്മീകമായിട്ടുള്ള ഒരു ചുറ്റുപാടിലേക്ക് എല്ലാവരും എത്തിച്ചേരുക. നല്ലൊരു സംഗമം തന്നെയാണ്. നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വർഷം എന്താണ് ഒരു ഓളം എല്ലാവരും പങ്കെടുക്കാൻ, അതായത് നമ്മളെ ഇംഗ്ലീഷ് മീഡിയത്തിലെ പാരന്റ്സ് കൂടുതലും വരാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം കുറച്ചും കൂടി അവരുടെ പങ്കാളിത്തം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സെഷനിൽ കലാപരിപാടികളുണ്ട്. പിന്നെ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് സൂറത്തുകൾ കൊടുക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അത് പിന്നെ ജനറലായിട്ട് ചോദിക്കും, അവരപ്പോഴേ എഴുതുക. പിന്നെ അപ്പോൾ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. സ്റ്റേജിൽ വെച്ച് ക്യാഷ് അവാർഡും പ്രൈസും കൊടുക്കും. പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും അതിനകത്ത് കോമ്പറ്റ് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും.
പിന്നെ അടുത്തത് പിന്നെ മൂന്നാമത്തെ സെഷനിൽ കലാപരിപാടികൾ ഉണ്ടാവും. അപ്പോൾ പല കലാപരിപാടികളുടെ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളുണ്ടാവും. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികളെ എടുക്കുകയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ എക്സാം എടുത്തതുകൊണ്ടും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടും ചെറിയ കുട്ടികളുടെ, അതായത് KG കുട്ടികളുടെ പെൺകുട്ടികളുടെ ഒരു ഒപ്പനയാണ് ഇപ്രാവശ്യം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ വലിയ കുട്ടികളുടെ ബുർദ മജ്ലിസും ഉണ്ടാവും, അതായത് കോളേജ് കുട്ടികളുടെ. ഇതോടുകൂടിയാണ് നമ്മളെ പ്രോഗ്രാം അവസാനിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ പ്രാവശ്യത്തെ വനിതാ സംഗമം അടിപൊളിയാവട്ടെ. നാളെ നമ്മുടെ പിന്നെ ലേഡി സ്റ്റാഫൊക്കെ സമയത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോ സെഷൻ അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് പോവുകയാണ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ സ്റ്റാഫ് അസോസിയേഷൻ ഓഫ് നജാത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ സാനി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിൽ, നമ്മുടെ നജാത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലെയും വനിതാംഗങ്ങളും പല സമയങ്ങളിലായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതായിരിക്കും. എന്തായാലും ഈ വനിതാ സംഗമത്തിന് നാളെയാണ് ഉള്ളത്. പിന്നെ നാളെ വൈകുന്നേരമാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ഉള്ളത്. അപ്പോൾ അതിലെന്തായാലും പുരുഷന്മാരൊക്കെ പരമാവധി പങ്കെടുക്കുക. നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതിന് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ വാക്കോട് ഉസ്താദ്, അതുപോലെ തന്നെ പിന്നെ മറ്റു ഉസ്താദുമാർ ഒക്കെ, ഉമർ സാഹിബ് തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുക്കും. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഈ തൊലബ കോൺഫറൻസ്, അതുപോലെ തന്നെ പ്രവാസികളുടെ കോൺഫറൻസ്, അതുപോലെ 6-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റ് സംഘമുണ്ട്. അതിനകത്ത് വെച്ചിട്ട് നമ്മൾ എല്ലാ സ്റ്റാഫിനും നജാത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് മാനേജ്മെൻറ്റുമായിട്ട് സംഗമിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് കാരണം തന്നെ വ്യാഴാഴ്ച നമ്മൾ ഉച്ചക്ക് എല്ലാ സ്ഥാപനങ്ങളും വിടാൻ പറഞ്ഞിട്ടുണ്ട് മാനേജ്മെൻറ്റ്. പിന്നെ വ്യാഴാഴ്ച തന്നെ രാത്രി സ്വലാത്ത് മജ്ലിസുന്നൂർ വാർഷികം, അത് CK അബ്ദുറഹ്മാൻ ഫൈസി അരിപ്പയാണ് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന കേന്ദ്ര മുഷാവറ അംഗമാണ്. അതേപോലെ തന്നെ ദുവാക്ക് നേതൃത്വം നൽകുന്നത് ഹൈദർ മുസ്ലിയാർ പനങ്ങാങ്ങ. അപ്പോൾ എന്തായാലും ഇതിൽ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. അതിന് ശരിക്കും സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട് അല്ലെ? ഈ മജ്ലിസുന്നൂർ രാത്രി ഇപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ മുകൾ ഭാഗത്ത് അതിന് സ്ത്രീകൾക്ക് പങ്കെടുക്കാനുള്ള സാന്നിധ്യം അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. 2:30 വെള്ളിയാഴ്ച പിന്നെ ഉച്ചയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നജാത്തിൻ്റെ എനിക്ക് തോന്നുന്നൊരു 10,000-കണക്കിന് വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധികൾ അത്രയധികം ഒന്നും പങ്കെടുക്കില്ലെങ്കിലും എല്ലാ ആളുകൾക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത് കാണുന്ന എല്ലാ ആൾക്കാരും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 നജാത്തിലേക്ക് എത്തുക. പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘം. പിന്നെ 7-ാം തീയതി തന്നെ വെള്ളിയാഴ്ച സമാപന സമ്മേളനം 7 മണിക്ക് രാത്രി. പ്രൊഫസർ K ആലിക്കുട്ടി ഉസ്താദാണ് അധ്യക്ഷം വഹിക്കുന്നത്. അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മുടെ രമേശ് ചെന്നിത്തല, PT മുഹമ്മദ് ബഷീർ, വഹാബ് MP, അനിൽകുമാർ സാഹിബ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ പ്രോഗ്രാമിനും എല്ലാവരും പങ്കെടുക്കുക. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. അതിനകത്ത് ഏറ്റവും നോട്ട് ചെയ്യേണ്ട പ്രോഗ്രാം നാളെ ബുധനാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം നടക്കുന്ന വനിതാ സംഗമം, രാത്രി നൽകുന്ന ഉദ്ഘാടന സംഗമം, പിന്നെ വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന സമാപന സമ്മേളനം, വ്യാഴാഴ്ച രാത്രി നടക്കുന്ന ദുആ സമ്മേളനം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ എല്ലാവരും കഴിയുന്ന നജാത്തിൻ്റെ മുറ്റത്തേക്ക് ഈ പരിപാടി ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തിയിട്ട് എത്തിച്ചേരുക. വേണ്ടുന്ന സാന്നിധ്യവും സഹകരണങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പരിപാടി വിജയിക്കുക. ഈ വർഷത്തെ വാർഷികത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. 50-ാം വാർഷികം ആഘോഷിക്കാൻ പോവാണ് അടുത്ത വർഷം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നൽകി ഈ വർഷം എനിക്ക് തോന്നുന്നു സമാപന സമ്മേളനത്തിൽ വെച്ചിട്ട് അധ്യക്ഷൻ ഈ അടുത്ത 50-ാം വാർഷികം സുവർണ്ണ ജൂബിലി എങ്ങനെയെന്നുള്ളൊരു പ്ലാന് അവതരിപ്പിക്കാൻ സാധ്യത. അപ്പോൾ ഒരു വർഷം നീണ്ടുക്കുന്നതായിരിക്കും. എന്തായാലും അതിനൊരു ഉത്സവാന്തരീക്ഷത്തിലും കൂടി ആയിരിക്കും ഈ വർഷം സമാപിക്കുക. ഈ വർഷത്തെ ദാറുന്നയാത്തിൻ്റെ വാർഷികം 49 വർഷം നമുക്കൊരു കരുത്ത് നൽകിയ ഉസ്താദിൻ്റെ ഓർമ്മകളും ഒക്കെ അനുസ്മരിക്കപ്പെടുന്ന ഇത്തവണത്തെ ദാറുന്നയാത്ത് 49-ാം വാർഷിക സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ രക്ഷിതാക്കളെയും NAMSലെ പ്രത്യേകിച്ച് രക്ഷിതാക്കളെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു.